fish on. ഇനി നമുക്കൊരു വലിയ ടാസ്ക് വരുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് ചാടാം, കുഴപ്പമില്ല. ഇങ്ങോട്ട് അടിക്കടാ മീനെ. അയ്യോ, പറഞ്ഞടിപ്പിച്ച പോലെ ആയിപ്പോയല്ലോ. fish on. fish on. അടുത്ത ചിലപ്പോൾ ഒരു മീൻ അടിക്കും. നമുക്ക് നോക്കാം. അടിച്ചു. ഞാൻ ഫിഷിംഗ് കടത്തിന്റെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മഴയൊക്കെ പെയ്തിട്ട് ചെറുതായിട്ട് വെള്ളമൊക്കെ എല്ലായിടത്തും ആയതുകൊണ്ട് വരാൽ വര അടിക്കുന്നുണ്ട് കേട്ടോ. അപ്പം എല്ലാവർക്കും അറിയാവുന്ന ഒരു അടിപൊളി ഫ്രോഗ്ലൂർ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ വന്നേക്കുവാണ്. എല്ലാവർക്കും അറിയാം, പിന്നെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷെ നമ്മൾ ഇതുവരെ റിവ്യൂ ഇട്ടില്ല, അതുകൊണ്ട് നമ്മളിന്ന് റിവ്യൂ ഉണ്ടെന്ന് കേട്ടോ. അതായത് നമ്മുടെ CMX എന്ന് പറയുന്ന ബ്രാൻഡിന്റെ ഒരു കരാഗൻ എന്ന് പറയുന്ന ഫ്രോഗ്ലൂർ കേട്ടോ. അതായത് ഒരു ബലൂൺ പോലത്തെ ഫ്രോഗ് കേട്ടോ. ഇതാണ് CMXന്റെ പറയുന്ന ബ്രാൻഡ് ആദ്യം നമ്മൾ റിവ്യൂ ചെയ്യുന്നത്. എന്താണല്ലോ നമുക്ക് ഇതിന്റെ ബ്രൗഷറും അതായത് നമ്മൾ ഇതിന്റെ പോസ്റ്റിങ്ങുകളൊക്കെ ഒന്ന് ജസ്റ്റ് പരിചയപ്പെടുത്തിയിട്ട് നമുക്ക് നേരെ ഫ്രോഗിലേക്ക് വരാം കേട്ടോ. ഇവിടെ CMX എന്ന് കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ താഴെ കരാഗൻ എന്നൊക്കെ നമ്മുടെ ഫ്രോഗിന്റെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. അതിന്റെ ബാക്കിൽ കുറച്ച് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്, ഫ്രോഗിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതായത് നമ്മുടെ ഫ്രോഗ് വന്നേക്കുന്ന 8.5 ഗ്രാംസിലും അതുപോലെ തന്നെ 4.5 സെന്റിമീറ്റർ കേട്ടോ ഫ്രോഗ് വന്നേക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ CMXന്റെ കരാഗ് എന്ന് പറയുന്ന ഫ്രോഗുകൾ കേട്ടോ. ഏകദേശം ഒരു മുട്ട പോലിരിക്കുന്നത്, ഒരു കാടമുട്ടയുടെ വലിപ്പമുണ്ട് സാധനത്തിന്. പക്ഷെ അടിപൊളിയാണ്, മാരകമായിട്ട് റിവ്യൂ ഉള്ള ഒരു ഫ്രോഗുകളാണ്. അതായത് ചെറുമീൻ അടിച്ചാലും വരാലടിച്ചാലും പക്കയായിട്ട് ഹുക്കപ്പ് ആവും. അതുപോലെ നല്ല കാസ്റ്റിംഗ് കിട്ടുന്നുണ്ട്. നല്ല അടിപൊളി ഹുക്കപ്പ് റേഷ്യുള്ള അടിപൊളി ഫ്രോഗുകൾ കേട്ടോ. ഒരുപാട് കളേഴ്സ് ഉണ്ട്. അപ്പോൾ ഞാൻ എടുത്തുന്ന കളർ എന്ന് പറഞ്ഞാൽ ഒരു ജസ്റ്റ് ബ്ലാക്ക് ഹെഡും അതുപോലെ ബാക്കിൽ ഒരു യെല്ലോയിഷ് വരുന്നതും അടിവശം വൈറ്റ് ആയിട്ടുള്ള ഫ്രോഗുകളാണ്. ഇതിന്റെ ബാക്കിൽ പഞ്ച് ചെയ്തിട്ട് CMX എന്ന് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ നോക്കിയാൽ മതി, CMX ബാക്കിൽ കൊടുത്തിട്ടുണ്ട്. എല്ലാവരും ചോദിക്കാറുണ്ട് ഫ്ലോട്ടിംഗ് ആയിട്ടുള്ള ഫ്രോഗുലൂർ ഏതാണെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം എല്ലാവർക്കും എടുക്കാൻ പറ്റിയ ഫ്രോഗുകളാണ്. വെള്ളത്തിൽ താഴ്ന്നു പോകത്തില്ല, പൊങ്കിടങ്ങ് കേട്ടോ ഈ ഫ്രോഗ് കേട്ടോ. അപ്പോൾ ഇതിന്റെ ഹുക്ക് വന്നിട്ടുണ്ടോ, VMCയുടെ ഒരു പ്രത്യേക ഹുക്കാണ് വന്നിരിക്കുന്നത്. സ്റ്റീൽ ഹുക്ക് വന്നിട്ടുണ്ടോ. ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ സാധനം പ്രസ്താവും കേട്ടോ. ഭയങ്കരമായിട്ട് ഹുക്ക് പ്രേഷ്യം കിട്ടും. പിന്നെ CMXന്റെ ഫസ്റ്റ് വന്നിരുന്ന മോഡലിന് ഇതിന്റെ ഹുക്കെ കൂട്ടിയാണ് ലെഡ് വന്നിരുന്നത് കേട്ടോ. അപ്പം ഇത് വന്നേക്കെന്ന് പറഞ്ഞാൽ ഇൻബിൽഡ് ആണ്. ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് ഇതിന്റെ CMXന്റെ ഹുക്കയിൽ വെയിറ്റ് പോകുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. പക്ഷേ ഇതിന്റെ വെയിറ്റ് ഒരിക്കലും പറഞ്ഞു പോകില്ല, ഇൻബിൽഡ് ആയിട്ട് ഇതിനകത്ത് സെറ്റാക്കി വെച്ചേക്കുന്നുണ്ടോ. ബാക്കിൽ ആ വെയിറ്റിനകത്ത് കൂടെ ഹുക്കെ കൂട്ടി സെറ്റ് ചെയ്ത ഒരു കമ്പിയിൽ ഒരു സിവിലിൽ സ്പ്ലിറ്ററിങ് കിട്ടുന്ന ഒരു പ്രത്യേക തരം സ്പിന്നർ. നമ്മുടെ ഒരു L ഷേപ്പിലുള്ള സ്പിന്നറാണ്. അതിനൊക്കെ ഒരു ഹോളൊക്കെ ഉണ്ട്. ഭയങ്കരമായിട്ട് ആക്ഷൻ വരും. ചുമ്മാ റിട്ടർ ചെയ്താൽ മതി, എറിയുക, വലിക്കുക, മീൻ അടിച്ച് കരയെ കയറ്റുക. അതാണ് ഇതിന്റെ പ്രത്യേകത കേട്ടോ. നല്ല അടിപൊളി ഫ്രോഗ്ലൂറാണ്. അപ്പോൾ എല്ലാവർക്കും വാങ്ങിക്കാം, മീൻ അടിക്കും. പക്ക ഗ്യാരണ്ടിയുള്ള ഫ്രോഗ്ലൂറാണ് CMXന്റെ നമ്മുടെ കരാഗ് എന്ന് പറയുന്ന ഈ ഫ്രോഗ്ലൂർ കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ കരാഗ് എന്ന് പറഞ്ഞ ഫ്രോഗ്ലൂർ ആർക്കെങ്കിലൊക്കെ വാങ്ങിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ സംഘടനയിലുള്ള ആംഗ്ലേസ് പാർട്ട് സ്റ്റാക്കിൾസിനുണ്ട്, ഡ്രീം ഷെബ് കാർഡിനുണ്ട്, ഇസഫ് സ്റ്റാക്കിൾസിനുണ്ട്. അപ്പോൾ ഇവിടുത്തെ എല്ലാം തന്നെ നമ്പർ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലൊക്കെ ആഡ് വെച്ചേക്കാം. എന്തൊക്കെയാണ് നമുക്ക് കരാഗായിട്ട് നേരെ പോയിട്ടങ്ങ് കാസ്റ്റ് ചെയ്യാം, വരാലെ പിടിച്ചങ്ങ് തകർക്കാം. ഓക്കെ, ഫുള്ളിങ്ങനെ അക്വേഷ്യന്മാരൊക്കെ നിൽക്കും ഇവിടെ. എൻ്റെ കൂടെ നമ്മൾ നടന്ന് പോകുന്നത്. ഇതുപോലെ ഈ സൈഡ് വഴിയൊക്കെ മീൻ കയറി നിൽക്കുവേ. ഇവിടെയൊക്കെ ചിലപ്പോൾ മീൻ കാണും. ഒരു പ്രത്യേക അടി കേട്ടോ. തന്നെ അത് വരാൽ തന്നെ കേട്ടോ. നമ്മുടെ CMXന്റെ കരാഗിൽ ഫസ്റ്റ് മീനെ എടുത്തുകൊണ്ട് പോയായിരുന്നു ഫ്രോഗ്. സ്ട്രൈക്ക് എന്ന് പറയുന്ന സാധനം ഇല്ല, അത് എടുത്തുകൊണ്ട് പോയിരുന്നേ. നല്ല വരാല കേട്ടോ. ഇതുണ്ടോ, അത്യാവശ്യം നല്ലൊരു നാടൻ വരാൽ നമുക്ക് അടിച്ചേക്കുന്നത്. ഒരു 1 കിലോ സൈസിൽ വരാല കേട്ടോ. കൈയോടെ നമുക്ക് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പുറം ഇപ്പുറം എല്ലാം വെള്ളമായതുകൊണ്ട് കളയാൻ പറ്റത്തില്ല കേട്ടോ. വരാൽ നമുക്ക് ഭയങ്കര ആവശ്യമാണ്. അപ്പം പിടച്ചാൽ തന്നെ എല്ലാം മണി കിട്ടും. നമുക്കിത് കവറോട്ട് വരിക. റോഡിൻ്റെ ഇത്ര ലെങ്ത് ഉണ്ട് കേട്ടോ. നമ്മളൊരു വല എടുത്തിട്ടുണ്ട്. അയ്യോ, പിടയ്ക്കുന്നുണ്ട്. പിടച്ച പണിയാ മോനെ, മീൻ പോവും. വല നേരെ തുറക്കുക, പതുക്കെ ഒന്ന് പൊക്കിയിട്ട് വലക്കത് ഇറക്കിയിട്ട് ഓക്കെ. ഇനി പേടിക്കാനില്ല. വട്ടം പിടിച്ചിട്ട് ഫ്രോഗ് നമുക്ക് ഹുക്ക് ചെയ്യാം കേട്ടോ. ജസ്റ്റ് വായിക്കാതല്ല, നല്ല ഹുക്കായിരുന്നു കേട്ടോ. ഒരു പോത്തില്ലായിരുന്നു. ഓക്കെ, ഇട്ടിട്ടുണ്ട് മീനെ. ജസ്റ്റ് ഉടൻ കെട്ടിയിട്ടേക്കാം. ഓക്കെ, നമ്മുടെ ഫസ്റ്റ് മീൻ. ഓക്കെ, നമ്മുടെ CMX കരാഗ് നമുക്ക് ഫ്രോഗ് ഒന്ന് സെറ്റ് ചെയ്തേക്കാം.
ഫ്രോഗ് സെറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, മീൻ അടിച്ചെടുത്ത് തന്നെ നമുക്കൊന്നുകൂടെ എറിഞ്ഞ് നോക്കാം. അവർ ഒരു വട്ടം ഇങ്ങനെ നിൽക്കുന്നുണ്ട്, ഒരു ഗ്യാപ്പ് ആയതുകൊണ്ട് അവിടെ കയറി മീൻ ഇങ്ങനെ ഒതുങ്ങി നിൽക്കുവേ. ഇവിടെയൊക്കെ ഫുള്ള് തെളിഞ്ഞെടുക്കുമല്ലേ, അതുപോലെ ഇതുപോലുള്ളിടത്ത് നിൽക്കും. ഫസ്റ്റ് മീനെ കിട്ടിയിട്ട് അടുത്ത മീനെ പിടിക്കാണ്ട് ഇങ്ങനെ പൊക്കോണ്ടിരിക്കും കേട്ടോ. ഫുള്ള് ഇതുണ്ടോ ചെതൽപ്പെട്ട് കേട്ടോ. ചെതലൊക്കെ മഴയൊക്കെ പെയ്തപ്പം ചെതല പുതിയ വീടൊക്കെ ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിലൂടെ അങ്ങ് പോവേ. നല്ല സ്പോട്ടാ, മീനുണ്ടായാൽ മതിയായിരുന്നു. അടിച്ചടിച്ച് CMXൻ്റെ കരാകൽ അടുത്ത മീൻ അടിച്ചിട്ടുണ്ടേ. നല്ല സ്ട്രൈക്കായിരുന്നു കേട്ടോ. ബോട്ട് വരുന്ന പോലെ നല്ല നാടൻ വരാലാണ്. അമ്പട ഹെവി 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 വിഴുങ്ങി വെച്ചിട്ടുണ്ടേ ഫ്രോഗ്. ഹെവി വരാലാണ്, ഹെവി വരാൽ. ഹാ ഉണ്ടോ, നല്ല അടിപൊളി നാടൻ വരാലേ. CMXൻ്റെ കരാഗ് മീൻ്റെ വായിക്കാതിരിപ്പുണ്ട്. അമ്പട അടിപൊളി ഹുക്കപ്പ്. ഹുക്കപ്പ് എന്ന് പറഞ്ഞാൽ ഇതാണ് ഹുക്കപ്പ് കേട്ടോ. തിരുപ്പരെടുത്തതിൻ്റെ വാഴ ഇടാവേ. ഇതുണ്ടോ നല്ല നമ്മുടെ പഴയ നാടൻ വരാൽ കേട്ടോ. മെലിഞ്ഞ വരാല കേട്ടോ. നമ്മൾ ഒത്തിരി അങ്ങോട്ട് വണ്ണമൊന്നുമില്ല, മെലിഞ്ഞ വരാലാണ്. എന്നാലും കുഴപ്പമില്ല, കിട്ടിയല്ലോ അല്ലേ. രണ്ടാമത്തെ മീൻ കരാഗ്. അപ്പോൾ നമുക്ക് വലയ്ക്കകത്തോട്ട് മീനെ വെച്ചിട്ട് നമുക്ക് ഹുക്ക് അൺഹുക്ക്, അല്ലെങ്കിൽ പിന്നെ പോയാൽ പോയില്ലേ. അങ്ങോട്ട് ഇറങ്ങടാ. യെസ്, ഫ്രോഗ്. ഓഫ്, കടിക്കില്ല, കയ്യെ മുഴുവൻ കടിച്ച് ഇപ്പം തന്നെ മുഴുവൻ ചോര വരുന്നു. പണ്ടാരം കടിച്ചാൽ ഭയങ്കര വേദനയോ വരാൽ. നേരെ ഇട്ടേക്ക് പോണേ. ഗ്രിപ്പർ ഇട്ട് ലോക്ക് ചെയ്തേക്കാം. അതാകുമ്പം കെട്ടി വെക്കുന്നതിനേക്കാളും സേഫ് ഉണ്ടോ. ഇടയിൽ കൂടെ മീൻ പോകത്തുമില്ല. കിടന്നോട്ടെ. നല്ല ഫ്രോഗ് കേട്ടോ, ഒന്നും പറയാനില്ല. നല്ല കാസ്റ്റിങ്ങും ഉണ്ട്. എല്ലാവർക്കും അറിയാം ഈ ഫ്രോഗ്. നമ്മൾ പണ്ട് തൊട്ടേ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു ഫ്രോഗാണ്. പിന്നെ നമ്മൾ ജസ്റ്റ് ഒന്ന് റിവ്യൂ ചെയ്യാത്തതുകൊണ്ട് ചെയ്തതന്നേ ഉള്ളൂ കേട്ടോ. നല്ല ഫ്രോഗ്, അടിപൊളി ഫ്രോഗ്. മേടിക്കുന്നവർക്ക് എല്ലാവർക്കും അറിയാം, അടിപൊളി ഹുക്കപ്പ. ചെറുമീനൊക്കെ പിടിച്ചാൽ ഹുക്കിനൊന്നും ഒരു കുഴപ്പം വരുന്നില്ല. നമുക്ക് അടിച്ചതിൻ്റെ അപ്പുറത്ത് നിന്ന് ഇപ്പോൾ ഒരു മീൻ ഏറെടുത്ത്. ഇവിടെ കണ്ടത്തിൽ മുഴുവൻ മീനുണ്ട് കേട്ടോ. അടിക്കാനാണ് ഇപ്പം അടിക്കുവാൻ. ഇല്ല, അടിച്ചില്ല. അപ്പം കരാകൽ അടുത്ത മീനെ CMX. കുഴപ്പമില്ല, ഹൈസ് വരാമല്ലോ കേട്ടോ. ഒരിടത്തരം നമ്മളാ വെള്ളത്തിൽ നിന്ന് ഇങ്ങനെ കരയ്ക്ക് കയറി അങ്ങോട്ട് പോയേക്കാന്നുള്ള പ്ലാൻ നിന്നപ്പോഴാണ് ചുമ്മാ പറഞ്ഞ് പഠിച്ച കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്കിതിൻ്റെ വായിൽ നിന്ന് ഊരണം. ഓക്കെ, മൂന്നാമത്തെ മീനായേ. നല്ല സ്ട്രൈക്കായിരുന്നേ. ആദ്യം ഒരു ചെറിയ ഫോളോ വന്നായിരുന്നേ, അത് കഴിഞ്ഞിട്ട് അടിക്കുമായിരുന്നേ. അടിപൊളി ഹുക്കപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാര ഹുക്കപ്പായി ഫ്രോഗിന്, ഒന്നും പറയാനില്ല. ഉണ്ടോ, മീൻ അടിക്കുമ്പോൾ ഹുക്ക് ഇങ്ങനെ തിരിയുന്നുണ്ട്. ഒറ്റ മീൻ പോലും പോകുന്നില്ല. അടിപൊളി ഹുക്കപ്പാ. ഇപ്പം കിട്ടുമല്ലോ. ഇത് ചെറുതാണ് കേട്ടോ, ഒരു 350 ഗ്രാമേ ഉള്ളൂ. അത് നമ്മൾ എടുക്കുവാണ്. കിട്ടാനില്ല, മീനിപ്പോൾ കിട്ടാനില്ലാത്തതുകൊണ്ട് കേട്ടോ. ഇട്ടിട്ടുണ്ട്, ലോക്കിട്ട് ചപ്പ് കലയിരിക്കുന്നു. ഓക്കെ, ഫ്രോഗ് നമ്മൾ ഓൾറെഡി സെറ്റാക്കിയിട്ടുണ്ട്. നമുക്ക് അടിച്ചെടുത്ത് ഒന്നുകൂടി അറിയാവേ. അടിച്ചെടുത്തല്ല, ഇവിടെ ഒരു മീൻ ഓടിയായിരുന്നു. മീൻ അടിച്ച് ഹുക്കപ്പ് കൊടുത്തപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചൊന്നും അറിയത്തില്ല, ഈ ഒരു ഭാഗത്തായിട്ടായിരുന്നു. ഫിഷ് ഓൺ ഗൈസ്. ഈ മീനുണ്ടല്ലോ അവിടെ പൊങ്ങി നിൽക്കുന്നുണ്ടായിരുന്നു. ഞാൻ ചുമ്മാ ഇട്ട് കൊടുത്ത് അവൻ കയറി അടിക്കുകയും ചെയ്തു. ഫ്രോഗ വലയുടെ ഹുക്കൊന്നും ആയില്ല, ജസ്റ്റ് ഇങ്ങ് വലിച്ചിങ്ങോട്ട് ഇടുമായിരുന്നേ. നമ്മുടെ മീൻ കേട്ടോ. ഭയങ്കരമായിട്ട് ചീവിൻ്റെ സൗണ്ടാണ് അവിടെ അങ്ങനെ പടയ്ക്കുന്നുണ്ടോ. നമുക്ക് എടുക്കാവനെ. നിങ്ങൾ നോക്കിക്കോ, അല്ല ഞാനവിടെ ഇടങ്ങിപ്പോയിട്ട് കാണിച്ചു തരാവേ. നിങ്ങൾ ചിലപ്പോൾ പറയും കുഞ്ഞുങ്ങളിടുന്ന മീനാണ് അവിടെ അനങ്ങാടുന്നുള്ളവൻ ചേർന്നത്തിരിക്കുവാണേ.
അതെ ഇവിടെ വല്ലതും ഉണ്ടോ നോക്ക്. ചുമ്മാ ഇവിടെ ഒരു മീൻ തല പൊക്കി നിൽക്കുന്നുണ്ട്, അങ്ങോട്ട് ഇട്ട് അവൻ അടിച്ചു. ഉണ്ടോ ഇവിടെ ഒന്നുമില്ല. ഉണ്ടോ ക്ലിയർ വാട്ടർ. തൽക്കാലം നമുക്ക് അവനെ പോയി എടുക്കാം, അല്ലെങ്കിൽ അവൻ പോവേ. വലിയ തീർത്ത് ചെറുതുമല്ല, തരക്കേടില്ലാത്തൊരു വരാലാണേ. 450-500 ഗ്രാം വരുന്ന വരാലാണേ. ഓക്കെ കിടക്കട്ടെ അവിടെ. ഇനി നമുക്ക് അവനെ കഴുകിയേക്കാം. ഓക്കെ ഓക്കെ fish on. നമ്മുടെ CMXൻ്റെ ഫ്രോഗിലൊരു മീൻ അടിച്ചിട്ടുണ്ട് കേട്ടോ, കരാകലെ. എൻ്റെ മോനെ അത് പോകാൻ ചാൻസ് ഇല്ല ഇല്ല ഇല്ല. വലിയ ഒരാൾ ആമ്പടാ, ജോയൻ്റ് ഒരാളാണേ. ഓയ്യോ കുഴിക്കാതെ ഇത്രയും വലുത്. എൻ്റെ പൊന്നെ CMXൻ്റെ കരാകാണേ. ഇതുണ്ടോ അടിപൊളി ഹുക്കപ്പ് അയക്കുന്നേ. അയ്യോ എന്നെ കളയത്തില്ല മോനെ. ഇതുണ്ടോ നല്ല അടിപൊളി എന്ന് പറഞ്ഞാൽ സൂപ്പർ ഹുക്കപ്പ് അയക്കുന്നു കേട്ടോ. കരാകെ ഫ്രോഗ് പോയിട്ടുണ്ട്. നമുക്കിങ്ങനെ കൈയോടെ കവറാത്താക്കിയേക്കാം. ഇതുണ്ടോ ഒരു 3/4 കിലോ 1 കിലോ ആ സൈസ് നേരമാണേ. റോഡിൻ്റെ ലെങ്ത് വെച്ച് ഞാൻ കാണിച്ചു തരാവേ. ഇതുണ്ടോ ഈ വലുപ്പം ഉണ്ടേ. ഉണ്ടോ അതേ റോഡിൻ്റെ ഈ നമ്മുടെ മാഗ്നറ്റിന് എഴുതിയേക്കാൻ നടന്നിട്ട് താഴം വരെ ഉണ്ട് ലെങ്ത്. ഹെവി വരാല്. അപ്പം ഒന്നും നോക്കുന്നില്ല, നേരെ കവറിലേക്ക് ഇടുവാണ്. കാര്യം പോയാൽ 2 സൈഡിലോട്ടും വെള്ളമാണ്. ഇതുവഴി വേണേലും പോയാൽ പോയി. കഷ്ടപ്പെട്ട് പിടിച്ചതല്ലേ. ഓക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനി പോകത്തില്ല. ഗ്രിപ്പർ കയറി ലോക്കായോ? ഗ്രിപ്പർ ഇട്ടേക്കാം. ഓക്കെ സെറ്റ്. നമുക്കൊന്ന് ഫ്രോഗ് സെറ്റാക്കാനുണ്ട്. ആ സൈഡിൽ നിന്ന മീനാട്ടോ. അടിപൊളി ഫ്രോഗ് നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ നമുക്ക് എറിയാനുള്ള ഗ്യാപ്പില്ല, അതാണ് കുഴപ്പം. നാട്ടി വിട്ടിട്ട് വലിക്കാനും പറ്റത്തുള്ളൂ കേട്ടോ. ഫ്രോഗ് പൊളിയോ ഒരു രക്ഷയില്ല. ഫുള്ള് അഡ്വഞ്ചർ കേട്ടോ. ഫുള്ള് കാടും ഇതെല്ലാം വന്നേ. അപ്പോൾ ഇതിനിടയിൽ കൂടെ നമുക്ക് പണ്ട് വഴി ഇറങ്ങി കിടന്നു പോയായിരുന്നു. തോട്ടിൽ ഭയങ്കര വെള്ളമായിട്ടുണ്ട് കേട്ടോ. നമ്മളിതിൻ്റെ അടിയിൽ നിന്നൊക്കെ പണ്ട് മീൻ പിടിച്ചിട്ടുണ്ട്, ഈ പാടത്തിൻ്റെ അടിയിൽ നിന്ന്. വീഡിയോ കണ്ടവർക്കൊക്കെ അറിയാം. അയ്യോ ടാസ്കാ. തെന്നിപ്പോയാൽ തോട്ടില്ല, ഫോണും ഞാനും എല്ലാം പോവും. ഇതുവഴി പതുക്കെ നടന്ന് നമുക്കവിടെ പോവേ. ഇനി നമുക്കൊരു വലിയ ടാസ്ക് വരുന്നുണ്ടേ. വേറൊന്നുമല്ല, നമ്മൾ ഇതുവഴി കടന്നൊക്കെ പോകുന്നു എപ്പോഴും. പക്ഷേ ഇപ്പോൾ വെള്ളം ഭയങ്കര കൂടുതലാണ്. അപ്പോൾ നമുക്ക് ഇതുമായിട്ട് ചാടണം. ആദ്യം നമുക്ക് ഇപ്പുറം അടക്കാം. ഓക്കെ ഉണ്ടോ വെള്ളം ഇപ്പോൾ കൂടുതലായതുകൊണ്ടേ ഒന്നാമത് കാലിൽ സ്ലിപ്പാവാൻ ചാൻസ് ഉണ്ട്. ചേറ് എന്തൊക്കെ ഇറങ്ങിയോണ്ട് ജസ്റ്റ് ഒന്ന് ചാടാം. കുഴപ്പമില്ല കുഴപ്പമില്ല. ഓ എന്നാ വ്യൂ അല്ലേ, അടിപൊളി. അപ്പോൾ ഇവിടുന്ന് കൂടെ നമുക്ക് ചാടിക്കയറാം. മീനെ ജസ്റ്റ് ഒന്ന് കഴിയേക്കാം അല്ലേ, നല്ല വെള്ളമല്ലേ. ഓക്കെ ഇവിടെ ഒരു ചെറിയ 2 ഗ്യാപ്പുണ്ടേ. ഫിഷ് ഓൺ. ഗൈസ് നമ്മുടെ CMXൻ്റെ കരാകിൽ അടുത്ത മീൻ അടിച്ചിട്ടുണ്ട്. അടിപൊളി കേട്ടോ, അടിച്ച് മിഴുങ്ങി വെച്ചിട്ടുണ്ടേ. ഞാൻ കാണിക്കാവേ. വീഡിയോ ഉണ്ടോയെന്ന് എനിക്കറിയത്തില്ല. അടിപൊളി ഹുക്കപ്പ് അയക്കുന്നു കേട്ടോ. കരാകിലുണ്ടോ CMX ഇതൊക്കെ ഉണ്ടോ. നമുക്ക് അൺഹുക്ക് ചെയ്യാമേ. അയ്യോ നല്ല ഡാർക്ക് ഹുക്കപ്പ് കേട്ടോ. അയ്യോ ഇത് നമുക്ക് ഹുക്ക് റിമൂവർ തന്നെ നമുക്ക് വേണം. ഹുക്ക് റിമൂവർ നേരെ ഇടുന്നു, തള്ളുന്നുണ്ടോ. ഹുക്ക് റിമൂവർ ഉണ്ടെങ്കിൽ എളുപ്പമായി നമുക്ക് ഊരാൻ പറ്റും കേട്ടോ. CMX കരാക്ക് റബ്ബർ ഒന്ന് വലിച്ചിട്ടാൽ മതി. സെറ്റ്. ഒരു ഇടത്തരം വരാല കേട്ടോ. ഒരു നാടൻ വരാൽ നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇടത്തരം വരാല കേട്ടോ. ഓക്കെ കരാക്ക് നമുക്ക് തൽക്കാലം മീനെ ഇവിടെ താഴെ വെക്കാം. ഇവിടെ നമുക്ക് ഇതിൽ ചപ്പൊക്കെ എടുത്ത് കളഞ്ഞിട്ട് അടുത്തവനെ പിടിക്കാം. ഇടയ്ക്കുള്ള കിടന്ന് ഭയങ്കരമായിട്ട് വലയെടുത്ത് വരയ്ക്ക് തെറ്റാക്കാം, അല്ലെങ്കിൽ അവൻ്റെ ചുണ്ടിലപ്പം മുറിഞ്ഞു പോകും. ഓക്കെ അടുത്തവൻ അടിക്കട്ടെ.
അടുത്ത ചിലപ്പോൾ ഒരു മീൻ അടിക്കും. നമുക്ക് നോക്കാം. ഈ വക്കത്ത് മീൻ എപ്പോഴും നിൽക്കുന്ന എല്ലായിടത്തും. അടിച്ച് 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 അയ്യോ ഉണ്ടോ. പക്ഷെ എൻ്റെ പൊന്നെ കണ്ടോ 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 കണ്ടോ. അത് ചിലപ്പോൾ കയറും കേട്ടോ. മീനുള്ള ചിലപ്പോൾ അടിക്കും. അത് ഇച്ചിരി മുഴുത്ത് വരാലെന്ന് പറഞ്ഞിട്ട്. അയ്യോ ഒരടി അടിച്ചിട്ട് പോയെന്ന് തോന്നുന്നു കേട്ടോ. എൻ്റെ മോനെ എന്നെ അടി അടിച്ചത്. ചുമ്മാ അങ്ങോട്ട് എടുത്ത് എറിഞ്ഞാണേ. കയറി അടിച്ച അടിയുണ്ടോ ഗൈസ്? ദേ നല്ല അടിപൊളി വരാല്ലേ. നമുക്കിതിനെ അൺഹൂക്ക് ചെയ്യാവേ. നമ്മുടെ കരാകിലടിച്ചാണേ CMX. എന്നാ സ്ട്രൈക്ക് ആയിരുന്നത്. എൻ്റെ പൊന്നെ ചുമ്മാ എടുത്തെറിയ അടിക്കുകയും. നല്ല ഹുക്കപ്പ് അയക്കുന്നത്. കണ്ണിൻ്റെ വഴി തുളച്ച് കയറിയിരിക്കുന്നത്. കണ്ണ് പോയിട്ടുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. ഇല്ല ദേ നല്ല അടിപൊളി ആണ് വരാല്ലേ. നല്ല കറുത്ത വരാല്ലേ. പക്ഷേ ഇത് കറുപ്പ് എന്ന് പറഞ്ഞാൽ വിയറ്റ്നാമിയുടെ കറുപ്പാണ് വന്നേക്കുന്നത്. ചിലപ്പോൾ നാടനായിരിക്കും കേട്ടോ. ഞാൻ ലെങ്ത് കാണിക്കാം. റോഡ് വെച്ചേ ഇതുണ്ടോ ഈ ഒരു ലെങ്ത് ഉണ്ടേ കേട്ടോ. അടിപൊളി CMX കരാഗ്. ഒന്നുകൂടെ ഹുക്കൊക്കെ നമുക്ക് റെഡിയാക്കാം. വെള്ളത്തിലായതുകൊണ്ട് മീനെ പെട്ടെന്ന് കവറിലാക്കിയേക്കാം. പോയതല്ലേ. ഓക്കെ ഓക്കെ ഫ്രോഗ് നമുക്ക് സെറ്റപ്പ് ആക്കാവേ. ഫ്രോഗ് സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. ചിലപ്പോൾ അടുത്ത അടിക്കും. നമുക്ക് അവിടുന്ന് ഫോളോ കിട്ടിയൊരു മീനില്ലേ, അവൻ ചിലപ്പോൾ അടിക്കുന്നിരിക്കും. ഇല്ല അവൻ പോയെന്ന് തോന്നുന്നു. വിട്ടുപോയി കേട്ടോ. ഇങ്ങോട്ട് അടിക്കടാ മീനെ. അയ്യോ പറഞ്ഞടിപ്പിച്ച പോലെ ആയിപ്പോയല്ലോ. പോൻ്റെ കരാകിൽ അടുത്ത മീനടിച്ചിട്ടുണ്ടേ. അയ്യോ വാളിപ്പായിപ്പോയി. വാളിപ്പ് ഞാൻ വിചാരിച്ചേ ചുമ്മാ സ്ട്രൈക്ക് ആയിരിക്കും. അത് ഞാൻ ഹുക്കപ്പ് കൊടുക്കുക നിന്നേ. ഇതേ കരാഗ് അടിച്ച് വിഴുങ്ങി വെച്ചിരിക്കുന്നുണ്ടോ. നല്ല അടിപൊളിയായിട്ട് വിഴുങ്ങി വെച്ചിട്ടുണ്ട്. നല്ല അടിപൊളിയൊരു വരാല കേട്ടോ. ഇതേ ഇത്ര ഉണ്ട് കേട്ടോ. നാടൻ വരാലാണേ കേട്ടോ. ഇത്ര വലിപ്പമുണ്ട്. ഒരു 1/2 കിലോ ഇല്ല. 400 രൂപ 350 രൂപ കാണും. 400 രൂപ കാണും. ഓക്കെ ഇതേ റോഡിൻ്റെ ഇത്ര ലെങ്ത് ഉണ്ട്. അപ്പം നമുക്ക് പിന്നെ ഇവിടെ വായിന്ന് ഫ്രോ അൺഹൂക്ക് ചെയ്യാം. ഓക്കെ ഫ്രോഗ് ഇറങ്ങി പോകാൻ തോന്നുന്നു കണ്ടിട്ട്. ഇല്ലില്ല ഇതേ നമ്മുടെ കരാഗ് കേട്ടോ. നമുക്ക് ഫ്രോ ഒന്ന് സെറ്റ് ചെയ്യണം. ഓക്കെ അവിടെ കിടക്കട്ടെ. ഫ്രോ നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട്. ഓക്കെ വന്ന വഴി ഇതേ ഒരു മീൻ പേരെടുത്ത് പോയിട്ടുണ്ട്. എന്നാ മീൻ അറിയത്തില്ല. അവിടെ എല്ലാം എയർ എടുക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ ഈ പുല്ലൊക്കെ കിടന്ന് അനങ്ങുന്നുണ്ട്. ഇവിടെയാണെങ്കിൽ വന്നു കഴിഞ്ഞിട്ട് ഫുള്ളങ്ങ് മഴ അങ്ങ് പെയ്യാൻ തുടങ്ങി കേട്ടോ. നമ്മളൊന്ന് കയറിയൊക്കെ വേണം. ചുമ്മാ ഒന്ന് എറിഞ്ഞ് നോക്കാം. ഈ മഴയൊക്കെ പെയ്യുമ്പോൾ സത്യം പറഞ്ഞാൽ മീൻ അടിക്കണ്ട. ഈ പൊടിമീനൊക്കെ ഒന്ന് ഇളകിയിട്ടേ മീൻ അടിക്കുന്ന. പക്ഷേ ഒരു രക്ഷയില്ല. ഓക്കെ നമ്മുടെ CMX കരാഗ് ഇന്ന് കിട്ടിയ വരാൽ കേട്ടോ. കാര്യം നമുക്ക് ഇന്ന് ഒരു വരാല കിട്ടിയുള്ളൂ. പല ദിവസങ്ങളും നമ്മൾ മീനൊക്കെ പിടിച്ചിരുന്നു. കാര്യം പറഞ്ഞാൽ മീനടിയൊക്കെ ഭയങ്കര കുറവാണ് പൊതുവേ. ഇപ്പോൾ വെള്ളമൊക്കെ അതെ ഇവിടെ ഒരു മീൻ ഇപ്പോൾ പോയി. ഇവനെ നമുക്ക് എറിഞ്ഞത് അടിച്ചാൽ കേട്ടോ. അത് ഉറപ്പായിട്ട് അടിച്ചാൽ. ഇവിടെ നിൽപ്പുണ്ടോ വരാൽ. ഇപ്പോൾ അങ്ങോട്ട് ഇറങ്ങി പോകുന്നുണ്ട്. അതാണ് കേട്ടോ. അവൻ പോട്ടെ. എന്തായാലും മഴയല്ലേ, നമുക്ക് പോയേക്കാം. മീനും പോട്ടെ, അവൻ രക്ഷപ്പെടട്ടെ. ഇതേ നല്ല മഴ പെയ്യുന്നുണ്ട്. അപ്പോൾ നനയാതെ നമുക്ക് വല്ല തെങ്ങിൻ്റെ അടിയിൽ നിൽക്കേണ്ടി വരും. കാര്യം ഞാൻ റെയിൻകോട്ടും കാര്യമൊന്നും എടുത്തിട്ടില്ല. അപ്പം നമ്മൾ ഇൻട്രോ എടുത്തപ്പോൾ പറഞ്ഞ പോലെ നമ്മുടെ CMXൻ്റെ കരാഗ് ഫ്രോഗൊക്കെ ആർക്കിലൊക്കെ വാങ്ങിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഷോപ്പുകളുടെ നമ്പറും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കമൻറ്റ് ബോക്സിലൊക്കെ ആഡ് വെച്ചേക്കാം. നല്ല മഴയത്തൊരു വൈൻഡിപ്പിംഗ് അല്ലേ. അപ്പോൾ ഉണ്ടല്ലോ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ നമ്മുടെ ചാനൽ മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്യുക. ശരിക്കും ബെൽ ബട്ടൺ ലൗഡ് ആക്കാൻ എബിൾ വെക്കുകയാണ്. നമ്മൾ ഇന്ന് വെറൈറ്റി നല്ല അടിപൊളി വീഡിയോസ് ഒക്കെ നോട്ടിഫിക്കേഷൻ ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കാം, ഷെയർ ചെയ്യാം, കമൻറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഒരു അടിപൊളി വീഡിയോ കാണാം. ബൈ ബൈ.